ഇപ്പോൾ പരീക്ഷാ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഉത്തരപേപ്പറുകളിൽ കൃത്യമായി എഴുതാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ പല കുട്ടികൾക്കും ഓർമ്മയുടെ ഒരു പ്രോബ്ലം കാണുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് ഡിസ്നോമിയ. അതിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായ മാർഗം ഇപ്രകാരമാണ്. ഓർമ്മയുടെ പ്രോബ്ലമുള്ള കുട്ടികൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കൾ, അപ്പച്ചൻ അമ്മച്ചി ഉൾപ്പെടെ 10 ബന്ധുക്കൾ എടുക്കാം. അവരെ 1 മുതൽ 10 വരെയും 10 മുതൽ 1 വരെയും കൃത്യമായ അവരുടെ പേര് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അതൊരു മെമ്മറി സ്ട്രക്ചറാണത്. അപ്പോൾ ഇന്നെടുത്ത പേര് തന്നെയായിരിക്കും നാളെയും. അതായത് പിറ്റേ ദിവസം ആ പേരിൻ്റെ ഘടന മാറരുത്. അപ്പോൾ 1 അപ്പനാണെങ്കിൽ 2 അമ്മ, 3 ചേട്ടൻ, 4 ചേച്ചി, ആ രീതിയിലായിരിക്കണം ആ ഒരു സ്ട്രക്ചർ തയ്യാറാക്കേണ്ടത്. നോർമൽ കണ്ടീഷനിൽ നമ്മളുടെ പരീക്ഷയ്ക്ക് വരുന്ന 3 ടൈപ്പ് ചോദ്യങ്ങളാണ്. ചില വിഷയങ്ങളിൽ എസ്സേ ടൈപ്പ് വരും, അതോടൊപ്പം ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യങ്ങൾ വരും, ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ വരും. ഇപ്പോൾ എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള വിഷയമാണെന്ന് വിചാരിക്കാം. നിങ്ങൾ ആദ്യം ഒരു വിഷയം എടുക്കുക, ആ വിഷയം വിഷ്വലൈസ് ചെയ്യുക. വിഷ്വലൈസേഷൻ ഈസ് ലാംഗ്വേജ് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. വിഷ്വലൈസേഷൻ ഉപബോധ മനസ്സിൻ്റെ ഭാഷയാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഒരു എസ്സേ ടൈപ്പ് ചോദ്യം ഉണ്ടെന്ന് വിചാരിക്കാം. ആ ചോദ്യവും ഉത്തരവും നിങ്ങളുടെ ആ മെമ്മറി സ്ട്രക്ചറിലെ ഒന്നാമത് നിങ്ങളുടെ പിതാവാണെങ്കിൽ ആ പിതാവിനെ കണക്ട് ചെയ്യുക. അതിൽ തന്നെ രണ്ടാമത് എസ്സേ വരും എന്ന് വിചാരിക്കാം. അത് നിങ്ങളുടെ രണ്ടാമത്തെ വ്യക്തി അമ്മയാണെങ്കിൽ അമ്മയെ കണക്ട് ചെയ്യുക. മൂന്നാമതൊരു ചോദ്യം വരികയാണെങ്കിൽ അത് ചേട്ടനാണെങ്കിൽ ചേട്ടനെ കണക്ട് ചെയ്യുക. അങ്ങനെ 10 എസ്സേ വരുമ്പോൾ 10 എസ്സേ നിങ്ങളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞു ഒരു വിഷയത്തിൽ. അതേ വിഷയത്തിൽ തന്നെ രണ്ടാമത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ വരുന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു, അതിൻ്റെ ഉത്തരം തന്നെ നിങ്ങൾ വീണ്ടും മനസ്സിൽ കാണുന്നു. അത് നിങ്ങൾ ആ സ്ട്രക്ചറിലെ ഒന്നാമത് നിങ്ങളുടെ പിതാവിനെ കണക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ ചോദ്യവും ഉത്തരവും നിങ്ങളുടെ മാതാവിനെ കണക്ട് ചെയ്യുന്നു, മൂന്നാമത്തെ ചോദ്യവും ഉത്തരവും നിങ്ങളുടെ ചേട്ടനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ടൈപ്പ് 10 ചോദ്യങ്ങളും 10 ഉത്തരവും നിങ്ങൾ സേവ് ചെയ്തു. മൂന്നാമത് ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യം അതേ വിഷയത്തിൽ. അങ്ങനെ വന്നാൽ ഒന്നാമത്തെ ചോദ്യവും അതിലെ ഉത്തരവും നിങ്ങളുടെ ആ സ്ട്രക്ചറിലെ ഒന്നാമത് പിതാവാണെങ്കിൽ പിതാവിനെ കണക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ വ്യക്തി മാതാവിനെ കണക്ട് ചെയ്യുന്നു, മൂന്നാമത്തെ വ്യക്തി ചേട്ടനാണെങ്കിൽ ചേട്ടനെ കണക്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ 30 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങളവിടെ സേവ് ചെയ്യുന്നു. അതിനുശേഷം ഈ 10 പ്രിയപ്പെട്ട ബന്ധുക്കൾ എന്നുള്ളത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിങ്ങൾ 15 മാറ്റി, അതിനുശേഷം 20 മാറ്റി, കഴിയുമെങ്കിൽ 25 മാറ്റിയാൽ 75 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങൾ ആ സ്ട്രക്ചറിൽ തന്നെ ഓരോ വിഷയത്തിൻ്റെയും നിങ്ങൾക്ക് സേവ് ചെയ്യാനും അത് പഠിക്കാനും സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടത് കൃത്യമായ പ്ലാനിങ് നമുക്ക് ഉണ്ടാവണം. ഓരോ വിഷയത്തിൻ്റെയും ഇമ്പോർട്ടൻസ് പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യണം. അതനുസരിച്ചായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്താൽ നമ്മളുടെ ഓർമ്മയുടെ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. ഈ തിരിച്ചറിവ് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉണ്ടാവണം. അതിലൂടെ ഒരു പരിധിവരെ ഓർമ്മ ശക്തി പരിഹരിക്കാൻ നമുക്ക് സാധിക്കും.